ലോക സിനിമയിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഷാരൂഖ് ഖാൻ. ഡൽഹിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് മുംബൈയിലെ കടൽ തീരത്ത് സ്വപ്നങ്ങളുടെ കൊട്ടാരം പണിത ഈ മനുഷ്യൻ 2025 തന്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്തിരിക്കുകയാണ്. സിനിമകളില്ലാത്ത വർഷം പോലും ഷാരൂഖിന് എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടനാകാൻ സാധിച്ചു എന്നത് കൗതുകകരമാണ്. ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2025 പ്രകാരം ഷാരൂഖ് ഖാൻ ഔദ്യോഗികമായി ബില്യണർ ക്ലബിൽ അംഗമായി. $1.4 ബില്യൺ അഥവാ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 12,490 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി. ഇതോടെ ഇന്ത്യയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സിനിമാ താരം എന്ന ചരിത്രപരമായ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. മറ്റൊരു രസകരമായ കാര്യം ഷാരൂഖ് ഖാന്റെ ആസ്തി ഇന്ന് ലോക പ്രശസ്തമായ പല സംഗീത സിനിമാ താരങ്ങളെക്കാൾ മുകളിലാണെന്നതാണ്. പോപ്പ് ഐക്കൺ ടൈലർ, ഹോളിവുഡ് ഇതിഹാസം ആർണോൾഡ് ഷ്വാസ്നഗർ, സെലീന ഗോമസ് തുടങ്ങിയവർ സമ്പത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കിങ് ഖാന് പിന്നിലാണ്. സാധാരണ ഒരു നടന്റെ ആസ്തി വർദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമകളുടെയും പ്രതിഫലത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ 2025 ഷാരൂഖ് പ്രധാന വേഷങ്ങളെത്തിയ സിനിമകൾ ഒന്നും തന്നെ റിലീസ് ചെയ്തിട്ടില്ല. തന്റെ മകൻ ആര്യൻ ഖാൻ സംവിധാനം ചെയ്യുന്ന ദി ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന പ്രൊജക്ടിലും നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയ ദി റോഷൻസിലും ചില അതിഥി വേഷങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചത് അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം മൂലമാണ്. ഷാരൂഖ് ഖാൻ എന്ന സംരംഭകന്റെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് വലിയ സ്ഥാപനങ്ങളുണ്ട്. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ഇത് വെറും ഒരു പ്രൊഡക്ഷൻ ഹൗസ് മാത്രമല്ല. VFX, സിനിമ വിതരണം, ഡിജിറ്റൽ മീഡിയ എന്നീ മേഖലകളിൽ ഇന്ത്യയിലെ തന്നെ മുൻനിര സ്ഥാപനമാണിത്. ഹോളിവുഡ് സിനിമകൾക്ക് വരെ VFX സേവനം നൽകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവാണ് ഈ സ്ഥാപനം നേടുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPLലെ ഏറ്റവും മൂല്യമുള്ള ടീമുകളിൽ ഒന്നാണ്. ടീമിന്റെ സ്പോൺസർഷിപ്പുകൾ, ടിക്കറ്റ് വരുമാനം, IPL പൂളിൽ നിന്നുള്ള ലാഭം എന്നിവ ഷാരൂഖിന്റെ ആസ്തിയിൽ വലിയ പങ്ക് വഹിക്കുന്നു. കൂടാതെ കരീബിയൻ പ്രീമിയർ ലീഗ്, UAEയിലെ IL T20 എന്നിവയിലും അദ്ദേഹത്തിന് ടീമുകളുണ്ട്. ഷാരൂഖ് ഖാന്റെ പേരിനൊപ്പം തന്നെ ലോകം ചർച്ച ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ വസതിയായ മന്നത്ത്. മുംബൈയിലെ ബാൻഡ് സ്റ്റാൻഡിലുള്ള ഈ പൈതൃക മന്ദിരത്തിന് ഇപ്പോൾ ഏകദേശം 200 കോടി രൂപയിലധികം മൂല്യമുണ്ട്. 2025 മന്നത്ത് വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ അദ്ദേഹം കുടുംബത്തോടൊപ്പം പല്ലി ഹിൽസിലെ മറ്റൊരു ആഡംബര അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഇത് കൂടാതെ അലിബഗിലെ കടൽ തീരത്തുള്ള ഫാം ഹൗസും ദുബായിലെ പാം ജുമേറിയിലുള്ള വസതിയും അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലെ ശ്രദ്ധേയമായ ഇടങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് മൂല്യമുള്ള താരങ്ങളിൽ ഒരാളാണ് ഷാരൂഖ്. ഹ്യുണ്ടായി, പെപ്സി, ടാഗ് ഹ്യൂവർ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുമായി അദ്ദേഹത്തിന് ദീർഘകാല ബന്ധം കോടികളാണ് നൽകുന്നത്. 2025 അന്താരാഷ്ട്ര വേദികളിൽ ഷാരൂഖ് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. വാഹനങ്ങളോടുള്ള കമ്പം ഷാരൂഖിന്റെ ഗ്യാരേജിലും കാണാം. റോൾസ് റോയ്സ് ഫാന്റം, ഡ്രോപ്പ് ഹെഡ് കൂപ്പെ, ലാൻഡ് റോവർ, റേഞ്ച് റോവർ സ്പോർട്ട്, BMW i8, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, BMW 6 സീരീസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആഡംബര കാർ ശേഖരങ്ങളിൽ ചില കണ്ണികൾ മാത്രമാണ്. ഹ്യുണ്ടായുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ ആ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ മോഡലുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഷാരൂഖ് ഖാന്റെ 2025 നേട്ടം വ്യക്തമാക്കുന്നത് സിനിമ എന്നതിലുപരിയായി ഷാരൂഖ് ഖാൻ എന്ന ബ്രാൻഡ് എത്രത്തോളം ശക്തമാണെന്നാണ്. തൊഴിലിനോടുള്ള അർപ്പണ ബോധവും ബുദ്ധിപരമായ നിക്ഷേപങ്ങളും ഒരാളെ എങ്ങനെ വിജയത്തിന്റെ നെറുകയിൽ എത്തിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. 2026 അദ്ദേഹം വലിയ സിനിമകളുമായി വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ ആസ്തി ഇനിയും കുതിച്ചുയരും എന്നതും ഉറപ്പാണ്. ബാദ്ഷായുടെ ഈ കുതിപ്പ് കേവലം ഒരു വ്യക്തിയുടെ വളർച്ചയല്ല, മറിച്ച് ഇന്ത്യൻ സിനിമ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ കൈവരിക്കുന്ന സ്വാധീനത്തിന്റെ അടയാളം കൂടിയാണ്.